സുപ്രഭാതം. നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 3 യൂണിറ്റ്, ഇപ്പോൾ 2 യൂണിറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. 2 യൂണിറ്റിലായിട്ട് 6 പാഠങ്ങൾ തീർന്നു. 7ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ചാരുത എന്നാണ്. ഓരോ യൂണിറ്റിൻ്റെയും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലനുഭവിച്ചിരിക്കുന്ന കഥകൾ എന്തായിരിക്കാമെന്ന്. ആദ്യത്തേതിൽ ആർദ്രതയായിരുന്നു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 3 കഥകൾ. രണ്ടാമത്തേതിൽ മാനവികതയായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ആയിട്ടുള്ള 3 മഹത് വ്യക്തികളുടെ കഥ. അടുത്തത് ചാരുത എന്ന് പറയുമ്പോൾ കലയുമായിട്ട് ബന്ധപ്പെട്ട 3 പാഠങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിലൊന്നാമത്തെ പാഠം കാലാതിവർത്തിനി കല എന്നുള്ളതാണ്. കാലാതിവർത്തിനി കല എന്നുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു മുഖവരയിലുള്ളത് ഞാനത് വാട്സാപ്പ് ചെയ്യാം. ചാരുത എന്ന് പറയുന്നിടത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ ഏകത്തിൽ 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ്? ഒന്ന് കേരളീയ സംസ്കൃത രൂപകാഭിനയിച്ച് കൂടിയാട്ടസ്യ പരിചയം. ഒന്ന് കൂടിയാട്ട കലാകാരനെ പറ്റി, കൂടിയാട്ടത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് കൃഷ്ണശിലാസുലാസ്യം എന്നുള്ള ഒരു പാഠവും ആണ്. 3ാമത് സംഘടനീയ ഭാഷാ വിജ്ഞാനം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠവുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ മുഖവരയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ കൂടിയാട്ടം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കഥകളിയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ എത്ര പേര് കൂടിയാട്ടം കണ്ടിട്ടുണ്ട് എന്നറിയത്തില്ല. ഇന്നും സംസ്ഥാന കലോത്സവത്തിലെ ഒരിനമാണ് കൂടിയാട്ടം. നിങ്ങൾ ആരെങ്കിലും കൂടിയാട്ടം കണ്ടിട്ടുണ്ടോ? എത്ര പേര് കൂടിയാട്ടം കണ്ടിട്ടുണ്ട്? ഇപ്പം നമ്മുടെ പുസ്തകത്തിനകത്ത് പടമൊക്കെ ഉണ്ട്. യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ ഒരു കലാരൂപമൊക്കെയാണ് കൂടിയാട്ടം. പക്ഷെ പലർക്കും കൂടിയാട്ടത്തിനെ കുറിച്ച് വലിയ അറിവില്ലെന്നുള്ളതാണ്. നമുക്ക് മാന്നാർ നായർ സമാജ സ്കൂള് എല്ലാ വർഷവും കൂടിയാട്ടം കലോത്സവത്തിന് അവതരിപ്പിക്കാറുണ്ട്. കൂടിയാട്ടം അങ്ങനെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഈ ഒരു 1-2 സ്കൂൾ മാത്രമേ ഉള്ളൂ. അവരിപ്പോഴും കൂടിയാട്ടം പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ മുഖവരകൾ ഒന്നുമില്ല, പാഠത്തിലേക്ക് കടക്കാം. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കഥകളിയെക്കാട്ടിൽ പ്രാചീനമായൊരു കലാരൂപമാണ്. ഒരു കേരളീയ ദൃശ്യ കലാരൂപമാണ് കൂടിയാട്ടം. അതായത് കൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൂത്ത് സിംഗിളാണ്. കൂത്തെന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് ചെയ്യുന്നെങ്കിൽ കൂടിയാട്ടം ഗ്രൂപ്പായിട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് കാലാതിവർത്തിനി കല എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. നമുക്ക് ആ പാഠത്തിൻ്റെ 64ാമത്തെ പേജിലോട്ട് കൂടിയാട്ടം എന്താണെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഒരു ബയോഡേറ്റ എഴുതാനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചോദിക്കുന്നത്. ഈ കലാകാരനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ തയ്യാറാക്കാനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വേറെയും വ്യത്യസ്തമായ ചോദ്യങ്ങൾ കാണും. നമുക്കപ്പോൾ ആ കൂടിയാട്ടം എന്താണെന്ന് നോക്കൂ. 64ാമത്തെ പേജിലേക്ക് നോക്കൂ. കേരളീയ സംസ്കൃത രൂപക അഭിനയ ഭവതി കൂടിയാട്ടം. കേരളീയ സംസ്കൃത രൂപക അഭിനയ ഭവതി കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കൃത രൂപക അഭിനയത്തിനാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂത്തിരി നാമ്ന അപി അയം പ്രതിത. കൂത്ത് ഇതി നാമ്ന, കൂത്ത് എന്ന പേരിലും ഈ കലാരൂപം പ്രതിത അറിയപ്പെടുന്നു, പ്രശസ്തി അറിഞ്ഞിട്ടുണ്ട്. കൂത്ത് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. കൂത്തിരി ദ്രാവിഡ പദസ്യ നാട്യം ഇത്യർത്ഥ. കൂത്ത് എന്ന് പറയുന്നത് ഓർക്കണം, ഒരു ദ്രാവിഡ പദമാണ്. ഒരു ദ്രാവിഡ പദമാണ്. PSC ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. കൂത്ത് എന്ന് പറയുന്നത് പിന്നെ സംസ്കൃതമല്ല, മലയാളവും തമിഴും ഒന്നുമല്ല. എന്നാണ് ഒരു ദ്രാവിഡ പദമാണ് കൂത്ത്. കൂത്ത് എന്ന് പറയുന്ന ഈ ദ്രാവിഡ പദത്തിൽ നിന്ന് എന്താണ് അർത്ഥം? നാട്യം ഇത്യർത്ഥ. നാട്യം എന്നാണ് കൂത്ത് എന്ന് പറയുന്ന പദത്തിന് അർത്ഥം. ഭാസ, ശക്തിഭദ്ര, കുലശേഖര, നീലകണ്ഠ, ബോധായനാദിഭി രചിതാനി സംസ്കൃത രൂപകാണി അസ്മിൻ അഭിനയത്തെ. പ്രധാനമായിട്ടും ഇതിന് കൂത്തിനെയൊക്കെ എടുക്കുന്ന എവിടെ നിന്നുള്ളതാണ് എടുക്കുന്നത്? ഇതിനുള്ള അംശം എടുത്തിരിക്കുന്നത് ഭാസന്, ശക്തിഭദ്രന്, കുലശേഖരന്, നീലകണ്ഠൻ, ബോധായനാദികൾ ഇവർ രചിച്ചിട്ടുള്ളതായ സംസ്കൃത നാടകങ്ങളാണ് ഇതിന് ഇതിവൃത്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഭാസൻ്റെയും ശക്തിഭദ്രൻ്റെയും ഒക്കെ നാടകങ്ങളാണ് ഇതിന് എടുത്തിരിക്കുന്നത്.
സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം ഇതി ചതുർവിധ അഭിനയ ദൃശ്യതേ. എത്ര വിധത്തിലുണ്ട്? ഈ അഭിനയം എന്ന് പറയുന്നത് 4 വിധത്തിലുണ്ട്, 4 തരത്തിലുള്ള. എന്തൊക്കെയാണ്? സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം ഇത് ചതുർവിധ അഭിനയ ദൃശ്യത. 4 വിധത്തിലുണ്ട്. ഈ 4ഉം കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പോൾ സാത്വികം പ്രകാശനമായിട്ടുള്ളത്. ആംഗികം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ, ആംഗ്യഭാഷ. അതിനും ഒരു കലാരൂപത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പിന്നെയോ വാചികം, ഗദ്യപദ്യം ഉചിതമായിട്ടുള്ളത്. ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനമാണ്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും, സിനിമയ്ക്കായാലും ഇതെല്ലാം കൂടി എത്തിച്ചേരുമ്പോഴാണ് ആ സീൻ ഭംഗിയായിട്ട് വരുന്നത്. അവരുടെ മുഖഭാവത്തിലുണ്ട്, ആംഗിക ശരീരഭാഷയിലുണ്ട്, വസ്ത്രം, അതിന് ആ കഥാപാത്രം അല്ലെങ്കിൽ ആ സംഭവത്തിന് അനുസൃതമായ ഒരു വേഷവിധാനം ആയിരിക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അഭിനയം ആവുന്നത്. കൂടിയാട്ടം ഇതി കേരളീയപദസ്യ മിളിത്വ അഭിനയം ഇത്യർത്ഥഃ. നമ്മൾ മുമ്പ് ആദ്യമേ പറഞ്ഞു, കൂത്ത് സിംഗിളാണ്. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മലയാള പദത്തിനർത്ഥം മിളിത്വ അഭിനയ, ഒന്നിച്ചു ചേർന്നുള്ള, കൂടിച്ചേർന്നുള്ള അഭിനയം, കുറച്ച് പേര് ചേർന്നുള്ള അഭിനയം എന്നാണ് അർത്ഥം. അസ്മിൻ ചതുർവിധ അഭിനയാന മേളനം. ഇവിടെ 4 വിധത്തിലുള്ള അഭിനയങ്ങളുടെയും മേളനം നടക്കുന്നുണ്ട്. നമ്മളിത് മുമ്പ് പറഞ്ഞു 4 വിധം: സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം എന്ന് പറഞ്ഞു. ഇനിയോ അഭിനയ വാച്യം വ്യംഗ്യാർത്ഥയോഹോ മേളനം. വാച്യാർത്ഥത്തിൻ്റെയും വ്യംഗ്യാർത്ഥത്തിൻ്റെയും മേളനവും ഇതിൽ കൂടിയാട്ടം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിനുള്ളത്? പൂർവരംഗക്രിയ, സൂത്രധാര പ്രവേശം, കഥാപാത്ര പ്രവേശം, നിർവഹണം, സരൂപകാവതരണം, ഭരതവാക്യം, മുടിയക്കിത്ത ഇത്യേവം അഭിനയക്രമ. ഇതാണ് അതിൻ്റെ അഭിനയക്രമം. ഏതൊന്നിനും അതിൻ്റേതായ ഒരു അഭിനയക്രമമുണ്ട്. പൂർവരംഗക്രിയ, അതിന് മുമ്പുള്ള എന്താണ്? സിനിമയിലൊക്കെ ആണെങ്കിൽ പൂജ എന്ന് പറയും. തുടങ്ങുന്നതിന് മുമ്പുള്ള പൂർവരംഗക്രിയ, പൂജ പോലെ. അത് നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ചടങ്ങ്. അതിനുശേഷം സൂത്രധാരൻ പ്രവേശിക്കുന്നു. നാടകങ്ങളിലെല്ലാം ഉണ്ട്. ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കഥ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സൂത്രധാരൻ പ്രവേശിക്കുന്നു. പിന്നെ കഥാപാത്രങ്ങൾ പ്രവേശിക്കുന്നു, അവരുടെ നിർവഹണം, പിന്നെ അത് അവതരിപ്പിക്കുന്നു, പിന്നെ സമാപനം. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ മംഗളം ചൊല്ലി നിർത്തുക എന്നുള്ളതാണ്. ഇതിന് മാത്രമുള്ള വേറൊരു ചടങ്ങാണ് ഈ കലാരൂപത്തിന് മുടിയക്കിത്ത എന്നൊരു ചടങ്ങും കൂടി അതുണ്ട്. മുടിയക്കിത്ത എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ കിരീടം ഉണ്ടല്ലോ, മുടിയക്കിത്ത, അവരുടെ കിരീടം അഴിച്ചു വെക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ആ ചടങ്ങിനാണ് എന്ത് പറയുന്നത്? മുടിയക്കിത്ത എന്ന് പറയുന്നത്. അതിനകത്ത് വലിയൊരു ചടങ്ങാണ്. അത് വെച്ച് കഴിയുമ്പോഴാണ് മുടിയക്കിത്ത ഇത്യേവ അഭിനയക്രമ. ഇതാണ് അതിൻ്റെ അഭിനയക്രമം. കിരീടപൂജയാണ് മുടിയക്കിത്ത എന്ന് പറയുന്നത്. ആദോദ്യാനി മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ശംഖ, കുറുങ്കുഴൽ ഏതാനി ഭവന്തി. ആദോദ്യാനി, ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഈ കലാരൂപത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്? മിഴാവ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മിഴാവ് എന്ന് പറയുന്ന ഉപകരണം നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്കിത് കാണാം. മിഴാവ്, ഇടയ്ക്ക എന്താണെന്ന് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു. ഒന്നാമത്തെ തവവിരഹ എന്ന പാഠത്തിൽ സോപാനത്തിന് ഇടയ്ക്കയുണ്ടെന്ന് പറഞ്ഞു. ഇടയ്ക്ക, കുഴിത്താളം, ഇതൊക്കെ ഒരു ഉപകരണമാണ്. കുഴിത്താളം, ശംഖ്, കുറുങ്കുഴല്, ഇവയാണ് ഇതിൻ്റെ വാദ്യോപകരണങ്ങൾ. സംസ്കൃത രൂപകാഭിനയം തു ഭാരതി സർവത്ര ആസീത്. സംസ്കൃത നാടകാഭിനയങ്ങൾ ഭാരതത്തിൽ പണ്ട് സർവത്ര ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. കിന്തു കാലാത് സ പരമ്പര ലുപ്തപ്രായ അഭവത്. പക്ഷേ പിന്നീട് ഇത് എന്തായി? ലുപ്തപ്രായമായി. ക്രമേണ അത് കുറഞ്ഞു വന്നു. പേരിന് വേണ്ടി മാത്രമേ ഇത് കാണാനുള്ളൂ. കേരളേഷു ഇയം പരമ്പര അധുനാ വിപ്രവർത്തത. ഭാരതത്തിൽ ഇത് സർവത്ര കാണാനില്ലെങ്കിലും കേരളത്തിൽ ഇന്നും ഈ കലാരൂപം
സജീവമായിട്ട് തന്നെയുണ്ട്. കൂടിയാട്ടം കേരളത്തിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. കുറച്ചുകൂടെ വടക്കോട്ടൊക്കെ ചെന്നാൽ ഈ കലാരൂപം ഉണ്ട്. അങ്ങനെ കേരളത്തിൽ ഇപ്പോഴും ഈ കലാരൂപം സജീവമായിട്ടുണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ഒരു കൂടിയാട്ട കലാകാരനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് 67-ാമത്തെ പേജിലുണ്ട്. 67-ാമത്തെ പേജും കൂടി നോക്കിക്കേ. പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ. പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ, പേജ് 67. ഫോട്ടോ കണ്ടോ? പത്മശ്രീ PK നാരായണൻ നമ്പ്യാരാണ്. നോക്കൂ, പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ ഹെഡിങ് കണ്ടോ? ഇത് നിങ്ങൾ നോക്കണം. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ബയോഡേറ്റ അല്ലെങ്കിൽ പ്രൊഫൈൽ എഴുതാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ചിലപ്പോൾ ഈ പാഠത്തിൽ നിന്നായിരിക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാഠം ഉണ്ടായിരിക്കാം. ഒരു പാരഗ്രാഫ് തരും. ശ്രീനാരായണ ഗുരു ഇന്ന ഇടത്ത് ജനിച്ചു, മാടനാശാനും കുട്ടിയമ്മയുമായിരുന്നു, മാതാപിതാക്കൾ അദ്ദേഹം ഇന്ന മണ്ഡലങ്ങളിൽ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിളങ്ങി, ഇങ്ങനെയുള്ള തന്നിട്ട് ജനനം ഇതേപോലെ കാണും. ജനനം, പിന്നെ മരണം, ഇങ്ങനെയൊക്കെ കാണും. കർമ്മരംഗം എന്ന് കാണുമ്പോൾ അത് നിങ്ങൾ എഴുതണം. ഇത് മോഡലാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠത്തിൽ ഇതും ഒന്ന് നോക്കണം. ഒരാൾ കർമ്മരംഗം എന്താണ്, അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം, അദ്ദേഹത്തിൻ്റെ കൂടിയാട്ടമാണ്. അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. നോക്കൂ, പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ. കർമ്മരംഗം, ഇദ്ദേഹത്തിൻ്റെ കർമ്മരംഗം ഏതാണ്? കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം. ഈ രംഗങ്ങളിലാണ് പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഒരു കൂടിയാട്ട കലാകാരനാണ്, നങ്ങ്യാർകൂത്ത് കലാകാരനാണ്, പാഠകം അവതരിപ്പിക്കും. ജനനം അത് 27/5/1926 എന്നാണ്. 1926 ജനിച്ചത്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഹൈഫൻ ഇട്ടിരിക്കുന്നത്. 1926, 27/5/1926. ഇപ്പോൾ ദേശഃ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കിള്ളിക്കുറിശിമംഗലം, ലക്കിടി, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന കിള്ളിക്കുറിശിമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ദേശം. പിതാവ് പത്മശ്രീ മാണി മാധവ ചാക്യാർ. അദ്ദേഹത്തിൻ്റെ പിതാവ് മാണി മാധവ ചാക്യാരാണ്. മാതാ ശ്രീദേവി നങ്ങ്യാരമ്മ. ശ്രീദേവി നങ്ങ്യാരമ്മയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ഗുരവഹ, ഗുരുക്കൾ ആരൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ്? കൊച്ചമ്പിള്ളി രാമൻ നമ്പ്യാർ, പന്നിശ്ശേരി ശങ്കരൻ നമ്പൂതിരിപ്പാട്, മേലേടത്ത് ഗോവിന്ദൻ നമ്പ്യാർ. ഇവരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. രചന, ഇനി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ രചന എന്തൊക്കെയാണ്? അന്തകവധം സംസ്കൃത രൂപകമാണ്, ഒരു സംസ്കൃത നാടകമാണ് അന്തകവധം. ശ്രീകൃഷ്ണചരിതം, നങ്ങ്യാർകൂത്ത് ഒരു കലാഗ്രന്ഥമാണ്. മന്ത്രാംഗകം ഒരു കലാഗ്രന്ഥമാണ്. പുളുന്തി മോക്ഷഃ മഞ്ജുഷ സമാഹാരം. മഞ്ജുഷ എന്ന് പറഞ്ഞാൽ കവിത, ഒരു കവിതാ സമാഹാരമാണ് പുളുന്തി മോക്ഷം. ഭഗവദ്ദൂത് സംസ്കൃത ചമ്പു. ഭഗവദ്ദൂത് എന്ന് പറയുന്ന സംസ്കൃത ചമ്പു അതൊരു പഠന ഗ്രന്ഥമാണ്, ഗവേഷണ ഗ്രന്ഥമാണ്. അനുസന്ധാനം പ്രോജക്റ്റ്. കൂടിയാട്ടം, നാട്യശാസ്ത്രം കൂടിയാട്ടം, നാട്യയജ്ഞം. ഇതിലൊക്കെ അദ്ദേഹം ഗവേഷണവും നടത്തിയിട്ടുണ്ട്. പുരസ്കാരം, ഇനി അദ്ദേഹത്തിനെ തേടി എന്തൊക്കെ പുരസ്കാരങ്ങളാണ് എത്തിയിട്ടുള്ളത്? പത്മശ്രീ, നമുക്കറിയാം ഏറ്റവും വലിയൊരു അവാർഡാണ്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. നൃത്തനാട്യ പുരസ്കാര, ടാഗോർ പുരസ്കാര, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, ഗുരുവായൂരപ്പൻ പുരസ്കാര, പാണിപാദ തിലക, പാഠക കലാരത്ന ഇത്യാദ്യ. ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാരഗ്രാഫ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ച ഒരു പാരഗ്രാഫ് പരീക്ഷയ്ക്ക് തന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡേറ്റ തയ്യാറാക്കാൻ പറഞ്ഞാൽ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതാൻ ഒന്നറിഞ്ഞിരിക്കണം. ഈ ഇടതുവശത്ത് കാണുന്ന ഹെഡിങ്ങുകൾ ഓർത്തിരിക്കണം. കർമ്മരംഗം, അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണ്?
ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യം അതിനൊരു ക്രമമുണ്ട്. ആദ്യം കർമ്മരംഗം എഴുതിച്ച് പിന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവാർഡോ മരിച്ച ആളാണെങ്കിൽ മരണമല്ല എഴുതേണ്ടത്, ജനനം, അദ്ദേഹം എവിടെ ജനിച്ചു. പെട്ടെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് മനസ്സിലാകണം. ബ്രീഫായിട്ട് മൊത്തം വായിച്ചു നോക്കാതെ ഇദ്ദേഹത്തിനെ പറ്റി ഒരു ചുരുക്കം അറിയുന്നതിനാണ്. ആദ്യം കർമ്മരംഗം തന്നെ എഴുതണം. ഏത് മേഖലയിലുള്ള ഒരാളെ പറ്റിയാണ് നമ്മൾ അറിയാൻ പോകുന്നതെന്ന് ആദ്യം എഴുതണം. അതിനുശേഷം ജനനം എഴുതണം. പിന്നെ അദ്ദേഹം ഏത് ദേശത്താണ് ജനിച്ചത്, പിതാവാരാണ്, മാതാവാരാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എവിടെയായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ സൃഷ്ടികൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ വർക്കുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. ഇനി മരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മരിച്ചതും അവസാനം എഴുതണം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ PK നാരായണൻ നമ്പ്യാർ എന്ന കൂടിയാട്ട കലാകാരൻ്റെ അടുത്ത് കുറച്ച് സംസ്കൃത വിദ്യാർത്ഥികൾ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കോൺവെർസേഷൻ, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാൻ. ഒരു സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ, നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഒരു ഇൻ്റർവ്യൂ ഇദ്ദേഹത്തെ നടത്തിയതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് തന്നെ വേണ്ടിയിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ പോയി ചോദിച്ചതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിലേക്ക് വരാം. റെഡിയല്ലേ? ഓക്കെ. കാലാതിവർത്തിനി കല. കാലാതിവർത്തിനി കല. സുപ്രസിദ്ധ കൂടിയാട്ട കലാകാരः ഭവതി പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ മഹോദയः. സുപ്രസിദ്ധനായ കലാകാരനാണ് പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ മഹോദയः. തേന സഹ സംസ്കൃത ഛാത്രൈः ആയോജിതസ്യ സാക്ഷാത്കാരസ്യ പ്രസക്തः ഭാഗः. തേന സഹ, അദ്ദേഹത്തോടൊപ്പം സംസ്കൃത ഛാത്രൈഹി, സംസ്കൃത വിദ്യാർത്ഥികൾ ആയോജിതസ്യ സംഘടിപ്പിച്ച, സംസ്കൃത വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സാക്ഷാത്കാരം. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അഭിമുഖം, അദ്ദേഹമായിട്ട് നടത്തിയ അഭിമുഖമാണ്, സാക്ഷാത്കാരമാണ് പ്രസക്ത ഭാഗം. ആ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. പഠിക്കാം. പ്രഥമ ഛാത്ര, ഒന്നാമത്തെ കുട്ടി. 3-4 കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പ്രഥമ ഛാത്ര. മഹാത്മൻ അഭിവാദയാമഹേ വയം. മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, വലിയൊരു മഹാനെ കണ്ടതാണ്. വീട്ടിൽ ചെന്ന് കണ്ട് കുട്ടികൾ എന്ത് പറയുന്നു? മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, അഭിവാദയാമഹേ വയം, ഞങ്ങളെല്ലാവരും അങ്ങേ അഭിവന്ദിക്കുന്നു, ഞങ്ങൾ അങ്ങേ വന്ദിക്കുന്നു. അഭികുശലി, അങ്ങേക്ക് സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അഭികുശലി, അങ്ങ് കുശലിനാണോ, അങ്ങ് സന്തുഷ്ടനാണോ, അങ്ങ് സുഖമുള്ളവനായിട്ടിരിക്കുന്നു. കുശലി, അഭികുശലി, അങ്ങ് സുഖമായിട്ടിരിക്കുന്നുവോ. സംസ്കൃത ഛാത്രാഹ സ്മഹ. ആദ്യം നമ്മളെ പരിചയപ്പെടുത്തണമല്ലോ. സംസ്കൃത ഛാത്രാഹ സ്മ, ഞങ്ങൾ സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഇന്ന സ്കൂളിൽ നിന്ന് വരുന്ന സംസ്കൃത വിദ്യാർത്ഥികളാണ്. അദ്ദേഹം സംസ്കൃതമൊക്കെ അറിയാവുന്ന ആളാണ് കേട്ടോ. സംസ്കൃതത്തിൽ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സംസ്കൃത ഛാത്രാഹ സ്മ, ഞങ്ങൾ സംസ്കൃത പഠിക്കുന്ന കുട്ടികളാണ്. ആചാര്യ സ്വസ്ത്യസ്തു കോ വിശേഷ. ആചാര്യൻ പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ പറയുന്നു, സ്വസ്ത്യസ്തു, എല്ലാവർക്കും സ്വസ്തി ഉണ്ടാകട്ടെ, മംഗളം ഭവിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. കോ വിശേഷ, എന്തുണ്ട് വിശേഷം, എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വിശേഷം. ദ്വിതീയ ഛാത്ര, അപ്പോൾ രണ്ടാമത്തെ കുട്ടി, ഇൻ്റർവ്യൂവിന് ചെന്ന് 3-4 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടി പറയുന്നു, ജിജ്ഞാസവോ വയം കൂടിയാട്ടം അധികൃത്യ. അങ്ങ് ഒരു കൂടിയാട്ട കലാകാരനാണെന്ന് ഞങ്ങൾക്കറിയാം, ഈ നാട്ടിലുകാർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് വിശേഷിച്ചറിയാം. ഞങ്ങളുടെ മാഷൊക്കെ അങ്ങയെപ്പറ്റി ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. ജിജ്ഞാസോ വയം കൂടിയാട്ടം അധികൃത്യ, ഞങ്ങൾക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ട്. കൂടിയാട്ടം അധികൃത്യ ജിജ്ഞാസോ വയം, ഞങ്ങൾക്ക് ജിജ്ഞാസയുള്ളവരാണ്. ജിജ്ഞാസ, ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയുവാനുള്ള ആഗ്രഹത്തിനാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയുവാനുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് കൂടിയാട്ടത്തെക്കുറിച്ച് അറിയണം എന്നുണ്ട്, നന്നായിട്ട് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആചാര്യ പൃച്ഛന്തു യഥേച്ഛം. പൃച്ഛന്തു, നിങ്ങൾ ചോദിച്ചുകൊള്ളു കുഞ്ഞുങ്ങളെ. പൃച്ഛന്തു യഥേച്ഛം, നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് ചോദിച്ചു. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം, എന്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ. തൃതീയ ഛാത്ര, മൂന്നാമത്തെ കുട്ടി പറയുന്നു, സന്ധി ബഹവ്യഃ കലാഃ ഭാരതേഷു.
തഥാപി യുനെസ്കോ ഇതി അന്താരാഷ്ട്രസഭായാः അംഗീകാരः പ്രഥമം കൂടിയാട്ടസ്യ കൃതേ ഏവ ലബ്ധः താദൃശം കിം വൈശിഷ്ട്യം അസ്തി അസ്യ. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, ഈ കുട്ടികൾക്ക് അതൊക്കെ അറിയാമായിട്ട് പോയവരാണ്. സന്ധി ബഹവ്യഃ കലാഃ ഭാരതേഷു. ഭാരതത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ടല്ലോ, ഭാരതത്തിൽ ഒരുപാട് കലകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തഥാപി എന്നിരുന്നാൽ പോലും ഒരുപാട് കലകളുടെ നാടാണ് നമ്മളുടെ ഭാരതം. ഇത്രയും കലകളുണ്ടായിട്ടും തഥാപി എന്നിരുന്നിട്ട് പോലും യുനെസ്കോയുടെ ഇത് അന്താരാഷ്ട്ര സഭയ, യുനെസ്കോ എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര സഭയുടെ, ഈ അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ്റെ അംഗീകാരം ആദ്യമായിട്ട് ലഭിച്ചത് കൂടിയാട്ടസ്യ കൃതേ ഏവം, കൂടിയാട്ടത്തിനാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ ആദ്യത്തെ കലാരൂപമാണ് ഈ കൂടിയാട്ടം എന്ന് ഞങ്ങൾക്കറിയാം. താദൃശ്യം കിം വൈശിഷ്ട്യമസ്ത്യസ്യ, അതിന് തക്ക ഒരു വൈശിഷ്ട്യം എന്താണ് ഈ കലാരൂപത്തിനുള്ളത്? ഭാരതത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്, പക്ഷേ ഈ കൂടിയാട്ടത്തിനാണ് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയത്. ഈ യുനെസ്കോയുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വൈശിഷ്ട്യം, ഇത്രമാത്രം പ്രാധാന്യം എന്താണ് ഈ കലാരൂപത്തിനുള്ളതെന്നാണ് ഞങ്ങളുടെ സംശയം എന്ന് ആര് പറയുന്നു? കുട്ടികൾ ചോദിക്കുന്നു. ഇപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം, വൺവേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ ആദ്യത്തെ കലാരൂപം ഏതാണ്? കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം എന്നൊക്കെ കാണും. നിങ്ങൾ പ്രാചീനമായ കലാരൂപമാണെന്ന് വെച്ച് കഥകളി എന്നൊക്കെ എഴുതിക്കളയും. പക്ഷേ കഥകളിക്കല്ല, യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ കലാരൂപം കൂടിയാട്ടമാണ്, മറക്കരുത്. ഇതിനകത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും കൂടിയാട്ടമായിരിക്കുമല്ലോ ആൻസർ, മറ്റൊന്നും വരത്തില്ല. കൂടിയാട്ടത്തിനാണ് ഈ അംഗീകാരം കിട്ടിയത്. ആചാര്യ സമീചീനം. വെരി ഗുഡ്, നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. സമീചീനം. ഭാതിമമൈവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞല്ലോ, ഒരു അഭിമുഖമാണ്. അപ്പോൾ ഈ അഭിമുഖത്തിനകത്ത് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ അങ്ങനെ പറയും, ഭാതിമമൈവം എനിക്ക് തോന്നുന്നത് യത് അസ്യാഹ കലായാഹ പൗരാണികത, അതെന്ന് പറയുന്നത് ഈ കലയുടെ പൗരാണികത കൊണ്ടും അതിനാവി ദൃശ്യമായ സജീവത, ഇന്നും സജീവമായിട്ട് കാണപ്പെടുന്ന അതിൻ്റെ സജീവത, ആക്റ്റീവായിട്ട് ഇന്നും ഈ കലാരൂപം നിലനിൽക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പൗരാണികതയും, പിന്നെയോ അസ്യനിഹിത വിജ്ഞാന പരമ്പര, ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന, ഇതിൽ നിറഞ്ഞിരിക്കുന്ന വിജ്ഞാന പരമ്പരയും, സർവോപരി സംസ്കൃതസ്യ മാഹാത്മ്യം, ഇതിനെല്ലാം ഉപരി സംസ്കൃതത്തിൻ്റെ മാഹാത്മ്യവുമാണ് ഈ കലാരൂപത്തിനെ യുനെസ്കോയുടെ അംഗീകാരത്തിന് അർഹമാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. സമീചീനം, നന്നായിരിക്കുന്നു, വെരി ഗുഡ്. ഫാതിമമൈവം എനിക്ക് തോന്നുന്നത് യത് അസ്യാഹ കലായാഹ പൗരാണികത, അത് ഈ കലയുടെ പൗരാണികത കൊണ്ടും അധിനാപി ദൃശ്യമാന, ഇന്നും കാണപ്പെടുന്ന ഈ സജീവത കൊണ്ടും, അത് ആക്റ്റീവായിട്ട് ഇന്നും ഈ കലാരൂപം ഉണ്ടെന്നുള്ളത് കൊണ്ടും, തഥാ അസ്യ നിഹിതാം വിജ്ഞാന പരമ്പര, ഇതിൽ നിഹിതമായിരിക്കുന്ന, അന്തർഭവിച്ചിരിക്കുന്ന വിജ്ഞാന സമ്പത്തും, സർവോപരി സംസ്കൃതസ്യ മാഹാത്മ്യം, ഇതിനെല്ലാം ഉപരി സംസ്കൃതത്തിൻ്റെ മാഹാത്മ്യവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രഥമ ഛാത്ര. ഭാരതീയ കലാസു അസ്യാമേവ സംസ്കൃതം അവശിഷ്യതേ കില. ഭാരതീയ കലാസു, ഒരു കുട്ടി ചോദിക്കുന്നു, ഭാരതീയ കലകളിൽ അസ്യാമേവ സംസ്കൃതം അവശിഷ്യതേ കില, കൂടിയാട്ടം മാത്രമല്ലേ ഉള്ളൂ സംസ്കൃതത്തിൽ അഭിനയിക്കുന്നത്? മറ്റൊരുപാട് കലാരൂപങ്ങളൊക്കെ സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി മാറി പിന്നീട് മണിപ്രവാളമാക്കി മറ്റു ഭാഷയിലോട്ടായി, അങ്ങനെയൊക്കെ മാറി. ഇന്ന് സംസ്കൃതത്തിൽ മാത്രം സംസാരിച്ച് അഭിനയിക്കുന്ന ഒരു കലാരൂപം ഈ കൂടിയാട്ടം മാത്രമല്ലേ ഉള്ളൂ എന്ന് ആര് ചോദിക്കുന്നു? ഒരു കുട്ടി ചോദിക്കുന്നു. ഭാരതീയ കലാസു അസ്യാമേവ സംസ്കൃതമേവ അവശിഷ്യതേ കില, സംസ്കൃതം മാത്രമല്ലേ ഉള്ളൂ, ഈ കലാരൂപം മാത്രമല്ലേ ഉള്ളൂ സംസ്കൃതത്തിലുള്ളത്? ആചാര്യ അല്ലല്ല, അങ്ങനെ പറയരുത്, നാമം അങ്ങനെ പറയരുത്. കൃഷ്ണനാട്ടമവി സംസ്കൃത കലാരൂപമേവ, കൃഷ്ണനാട്ടമവി സംസ്കൃതം കലാരൂപം. കൃഷ്ണനാട്ടവും എന്തായിരുന്നു? സംസ്കൃത കലാരൂപം തന്നെയാണ്. കൃഷ്ണനാട്ടവും സംസ്കൃതത്തിൽ തന്നെ അഭിനയിക്കുന്ന ഒരു കലാരൂപമാണ്. പൂർവം യക്ഷഗാനം, ആംഗീയനാട്ട് ഇത്യാദീനാം ബഹൂനാം കലാരൂപണം സംസ്കൃതമേവാസീതാതാരഹ. പണ്ട് യക്ഷഗാനവും
സംസ്കൃതത്തിലായിരുന്നു. ഇന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് യക്ഷഗാനം. നിങ്ങളൊക്കെ സ്കൂളിൽ യക്ഷഗാനത്തിന് പങ്കെടുത്തിട്ടുള്ളവർ ചിലപ്പോൾ ഈ ക്ലാസ് തന്നെ കാണും ഉണ്ടോ? അപ്പോൾ യക്ഷഗാനവും സംസ്കൃതത്തിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഷ കന്നഡയാണ്. അപ്പോൾ യക്ഷഗാനവും പിന്നെയോ ആംഗിയനാട്ട് അത് മറ്റൊരു കലാരൂപമാണ്. അതെന്താണ്? ആസാമിലുള്ള ഒരു കലയാണ് ആംഗിയനാട്ട്. ഇത്യാദീനാം ബഹൂനാം കലാരൂപാണാം സംസ്കൃതമേവാസീത്. ഈ ആംഗിയനാട്ടിലും സംസ്കൃതമാണ് ആധാരമായിട്ട് ഉണ്ടായിരുന്നത്. അതീതേഷു കാലേഷു സർവേ സംസ്കൃതം തെക്വാ പ്രാദേശിക ഭാഷ സ്വീകൃതവന്തഃ. എന്ത് ചെയ്തു? അതീതേഷു കാലേഷു, കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും സംസ്കൃതം തെക്വാ, സംസ്കൃതം ഉപേക്ഷിച്ചിട്ട് പ്രാദേശിക ഭാഷ സ്വീകൃതവന്ത, അവനവൻ്റെ പ്രാദേശിക ഭാഷ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ കർണാടകത്തിലല്ല, കാസർഗോഡ് ജില്ലയിലൊക്കെയാണ് യക്ഷഗാനം പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവിടെ ആയപ്പോഴേക്കും കന്നഡയുടെ സ്വാധീനം കടന്ന് കന്നഡയിലാണ് യക്ഷഗാനം. അതേപോലെ ആസാമിലുള്ളൊരു കലയാണ് ആംഗിയനാട്ട്. അത് സംസ്കൃതത്തിലായിരുന്നു. ഇന്ന് അതെല്ലാം പ്രാദേശിക ഭാഷയിലേക്ക് മാറിയിരിക്കുന്നു, സ്വീകൃതവന്തഃ. എന്നാലോ കൂടിയാട്ടേതു സംസ്കൃത രൂപകാണ്യവാദിനാഭ്യഭിനയന്തി. എല്ലാവരും മാറിയിട്ടും നമ്മുടെ കൂടിയാട്ടം മാത്രം സംസ്കൃതത്തിനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല, സംസ്കൃതത്തെ മാത്രം സ്നേഹിച്ചിരുന്നു. ഇന്ന് കൂടിയാട്ടം സംസ്കൃതത്തിൽ മാത്രമാണ്. കൂടിയാട്ടേതു സംസ്കൃത രൂപകാണ്യവ അധുനാഭി അഭിനയന്തി. കൂടിയാട്ടം ഇന്നും സംസ്കൃതത്തിൽ മാത്രമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇത് നന്നായിട്ട് വായിച്ചു നോക്കണം. ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. നോട്ട്സൊക്കെ നമുക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ.